ഹായ് ഓൾ. നമ്മൾ ഇലക്ട്രോഡൈനാമിക്സ് പഠിക്കുന്ന സമയത്തെ എപ്പോഴും ഡീൽ ചെയ്യേണ്ടി വരുന്ന ഒരാളാണ് നമ്മുടെ കൺസർവേഷൻ ലോസ് എന്ന് പറയുന്നത്. ഈ കൺസർവേഷൻ ലോസിൽ തന്നെ എന്തൊക്കെ ഉണ്ടാവും? ചാർജ് കൺസർവേഷൻ നമ്മൾ പഠിക്കാറുണ്ട്, അതുപോലെ എനർജി കൺസർവേഷൻ പഠിക്കാറുണ്ട്. അപ്പോൾ അതിലുള്ള നമ്മുടെ ചാർജ് കൺസർവേഷൻ ഉണ്ടല്ലോ, ആ ചാർജ് കൺസർവേഷൻ നമ്മൾ പറയുന്ന സമയത്തെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ദ ടോട്ടൽ ചാർജ് ഇൻ ദ യൂണിവേഴ്സ് ഈസ് എ കോൺസ്റ്റന്റ് എന്ന്. അതായത് ചാർജിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പുതിയൊരു ചാർജിനെ ഉണ്ടാക്കാനോ അതേപോലെ ഒരു ചാർജ് നശിപ്പിക്കാനോ പറ്റില്ല. എന്താ ടോട്ടൽ ചാർജ് ഇൻ ദ യൂണിവേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ബിഗ് ബാങ് തിയറിയുടെ സമയത്ത് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു ചാർജ് ഉണ്ടല്ലോ, ആ ചാർജ് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ യൂണിവേഴ്സിൽ നിലനിൽക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ കൺസർവേഷൻ ഓഫ് ചാർജ് പറയാറ്. പക്ഷെ ഇതെന്താണ്? നമ്മുടെ ഗ്ലോബൽ ചാർജ് കൺസർവേഷനാണ്. ഓക്കെ, എന്ന് വെച്ചാൽ എന്താ? ടോട്ടലായിട്ട് നമ്മുടെ യൂണിവേഴ്സിലെ ടോട്ടൽ ചാർജിനെ പറയാണല്ലോ. ഇതിന് നമ്മൾ പറയാറ് ഗ്ലോബൽ ചാർജ് കൺസർവേഷൻ എന്നാണ്. ഓക്കെ, എന്താണ് ഗ്ലോബൽ ചാർജ് കൺസർവേഷൻ? ഓക്കെ, പക്ഷെ നമുക്കിവിടെ ഒരാളുകൂടെ ഉണ്ട്. എന്താണ്? നമ്മുടെ ലോക്കൽ ചാർജ് കൺസർവേഷൻ. എന്താണ്? ലോക്കൽ ചാർജ് കൺസർവേഷൻ എന്ന് പറഞ്ഞ ഒരാളുകൂടെ ഉണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലോബൽ ചാർജ് കൺസർവേഷനെക്കാളും കുറച്ചുകൂടെ ഒരു സ്ട്രോങ്ങർ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ ലോക്കൽ ചാർജ് കൺസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോക്കൽ ചാർജ് കൺസർവേഷൻ പറയുന്ന സമയത്ത് ഈ ഗ്രിഫിത്തിലൊക്കെ തുടക്കത്തിൽ പറയണ ഒരു എക്സാമ്പിൾ ഉണ്ട്. എന്താണ്? ദ ടൈഗർ കാണ്ട് സിംപ്ലി റീമെറ്റീരിയലൈസ് ഔട്ട് ഓഫ് ദ കേജ് എന്ന്. അതായത് ടൈഗറിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു തവണ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? പുറത്തേക്ക് അങ്ങ് വരാൻ പറ്റില്ല. അതായത് ആ ടൈഗർ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇറ്റ് മസ്റ്റ് ഹാവ് സ്ലിപ്ഡ് ത്രൂ എ ഹോൾ. ഓക്കെ, എന്തിലൂടെയെങ്കിലും പുറത്തേക്ക് വന്നാൽ, ഒരു ഹോളിലൂടെ വന്നാൽ അത് എന്ത് ചെയ്യുള്ളൂ? പുറത്തെത്തുള്ളൂ. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ ലോക്കൽ ചാർജ് കൺസർവേഷൻ പറയാറ്. ഓക്കെ, ആൻഡ് ഈ ലോക്കൽ ചാർജ് കൺസർവേഷൻ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഇക്വേഷൻ ആണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. നമ്മളിപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ 4th സെമസ്റ്റർ ഇലക്ട്രോഡൈനാമിക്സ് 2 ഒക്കെ എക്സാംസ് നോക്കിക്കഴിഞ്ഞാൽ അത് റിപ്പീറ്റഡ് ആയിട്ട് പലതവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആൻഡ് എന്താണ് അതിൻ്റെ ഇക്വേഷൻ ഒക്കെ ഉള്ളത്? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? എന്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ എന്താണ് ലോക്കൽ ചാർജ് കൺസർവേഷൻ എന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ലാർജർ വോളിയം വി കൺസിഡർ ചെയ്യാണ്. വി എന്ന് പറഞ്ഞൊരു വോളിയം ഞാൻ കൺസിഡർ ചെയ്തു. അത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലുള്ള നമ്മുടെ ടോട്ടൽ ചാർജ്, ഓക്കെ, ആ വോളിയത്തിലുള്ള ടോട്ടൽ ചാർജിന് ഞാൻ എന്ത് ചെയ്യാണ്? ക്യൂ ഓഫ് ടി പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാണ്. എന്താണ്? ടോട്ടൽ ചാർജ് ക്യൂ ഓഫ് ടി. ടോട്ടൽ ചാർജ് ക്യൂ ഓഫ് ടി എന്തായിരിക്കും? ഇൻറ്റഗ്രൽ വി റോ ഓഫ് ആർ ടി ഡി ടോ. ഓക്കെ, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാമല്ലോ. ഈ റോ എന്താണ്? റോ എന്ന് പറയുന്നത് നമ്മുടെ വോളിയം ചാർജ് ഡെൻസിറ്റി. എന്താണ്? വോളിയം ചാർജ് ഡെൻസിറ്റി ആണ് നമ്മുടെ റോ എന്ന് പറയുന്നത്. അതിന് ഡീട്ടോ എന്താണ്? ഡീട്ടോ എന്ന് പറയുന്നത് നമ്മുടെ എലമെന്റൽ വോളിയം. അത് വിത്ത് റെസ്പെക്ട് ടു എലമെന്റൽ വോളിയം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു ടോട്ടൽ വോളിയത്തിലുള്ള ടോട്ടൽ ചാർജ് കാണാൻ പോകുന്നത്. ഓക്കെ, എന്ത് ചെയ്യാം? നമുക്ക് ക്യൂ ഓഫ് ടി ഈക്വൽ ടു ഇന്റഗ്രൽ റോ ഓഫ് ആർ ടി ഡീട്ടോ എന്ന് എഴുതാം. ഓക്കെ, അതിൽ നമുക്കേ ഇതിലൊരു കാര്യം കൂടെ അസ്യൂം ചെയ്യാം. അസ്യൂം ചെയ്യുന്നതല്ല, നമുക്കൊരു കാര്യം കൂടി ഇതിൽ പറയാൻ പറ്റും. എന്താണ്? ഇതിലെ കറണ്ട്. ഓക്കെ, നമ്മൾ വോളിയം കൺസിഡർ ചെയ്ത് ഈ ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ട് വിചാരിച്ചോ. അപ്പൊ ഇതിലേ ഈ ചാർജ് എതിലൂടെ ഫ്ലോ ചെയ്യുക, അല്ലെങ്കിൽ കറണ്ട് എതിലൂടെ ഫ്ലോ ചെയ്യുക? അത് സർഫസിലൂടെ അല്ലേ? അപ്പൊ അങ്ങനെ സർഫസിലൂടെ ഈ വോളിയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചാർജ് അല്ലെങ്കിൽ കറണ്ട്, ഓക്കെ, ചാർജിന്റെ ഫ്ലോ, കറണ്ടിന് നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? ആ കറണ്ടിനെ ഞാൻ എഴുതുകയാണ്. എൻ്റെ കറണ്ട് ഐ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഇൻറ്റഗ്രൽ എസ്, സർഫസിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. എന്ത് എഴുതാൻ പറ്റും? ജെ ഡോട്ട് ഡി എന്ന് എഴുതാൻ പറ്റുമല്ലോ. ഈ ജെ എന്താണ്? നമ്മുടെ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ് നമ്മുടെ ജെ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ആ വോളിയത്തിൽ നിന്ന് സർഫസിലൂടെ പുറത്തേക്ക് ഒഴുകി വരുന്ന കറണ്ടിന് എന്ത് എഴുതാൻ പറ്റും? എനിക്ക് ഇൻറ്റഗ്രൽ ജെ ഡോട്ട് ഡി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ആൻഡ് ഈ കറണ്ട് എന്ത് ചെയ്യാണ്? പുറത്തേക്ക് ഒഴുകി പോവുകയാണല്ലോ ചെയ്യണത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഇൻറ്റഗ്രലിന് ഒരു മൈനസ് സൈൻ കൊടുക്കുകയാണ്. അത് പുറത്തേക്ക് ഫ്ലോ ഔട്ട് ആണല്ലോ, അതായത് പുറത്തേക്ക് ഒഴുകി പോണതായതുകൊണ്ട് ഞാൻ മൈനസ് സൈൻ കൊടുത്തു. ആൻഡ് ഈ ഐനെ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ഡി ക്യൂ ബൈ ഡി ടി എന്ന് എഴുതാൻ പറ്റുമല്ലോ. ഐ എന്ന് വെച്ചാൽ എന്താ? കറണ്ട്. എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് അല്ലേ. ആൻഡ് എനിക്ക് എന്ത് ചെയ്യാം? ഡി ക്യൂ ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് ഇൻറ്റഗ്രൽ എസ് ജെ ഡോട്ട് ഡി എന്ന് എഴുതാൻ പറ്റും. ബട്ട് നമ്മൾ ഓൾറെഡി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ഡി ക്യൂ ബൈ ഡി ടി. ക്യൂ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ
ഈ ഇൻ്റഗ്രൽ റോ ഓഫ് ആർ ടി ഡി ടോ എന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ ഡി ക്യൂ ബൈ ഡി ടി കണ്ടുപിടിക്കാൻ പോവാ. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഇക്വേഷൻ വരും എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഡി ക്യൂ ബൈ ഡി ടി അല്ലേ, ഡി ബൈ ഡി ടി ഓഫ് എന്താ വരിക, ഇൻ്റഗ്രൽ റോ ഓഫ് ആർ ടി ഡി ടോ ആണല്ലോ അല്ലേ. അത് ഞാൻ എന്ത് ചെയ്യാണ്, ഇത് റീ അറേഞ്ച് ചെയ്യാം. ഇങ്ങനെ റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഡി ബൈ ഡി ടോ ആ ഡെറിവേറ്റീവ് ഞാൻ ഉള്ളോട്ട് എടുക്കുകയാണ്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എനിക്ക് എന്താ വരിക, ഇൻ്റഗ്രൽ ഡോ ബൈ ഡോ ടി ഓഫ് റോ, ഇതാണ് നമ്മുടെ ചാർജ് ആൻഡ് ഡി ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ ഡി ക്യൂ ബൈ ഡി ടി എന്ത് വരും, ഇൻ്റഗ്രൽ ഡോ റോ ബൈ ഡോ ടി ഡി ടോ വരും. ആൻഡ് ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം, മറ്റേ നമ്മുടെ ഡി ക്യൂ ബൈ ഡി ടിൻ്റെ ഇക്വേഷനിലേക്ക് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്താ വരിക, ഇൻ്റഗ്രൽ ഡോ റോ ബൈ ഡോ ടി ഡി ടോ ഈക്വൽ ടു എന്ത് വരും, മൈനസ് ഇൻ്റഗ്രൽ സർഫസ് ഇൻ്റഗ്രൽ ജെ ഡോട്ട് ഡി എ വരും. ഇതെന്താണ്, ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ആണ്. ഓക്കെ, ആൻഡ് നോക്കിയേ നിങ്ങൾ, ജെ ഡോട്ട് ഡി എ. ഓക്കെ, ഈ സൈഡിൽ വോളിയം ഇൻ്റഗ്രൽ ഉള്ളത്, ഈ സൈഡിൽ സർഫസ് ഇൻ്റഗ്രൽ ഉള്ളത്. എനിക്ക് എന്ത് ചെയ്യണം, രണ്ടിനെ ഒരേ ഇൻ്റഗ്രൽ ഫോമാറ്റിലേക്ക് മാറ്റണം വിചാരിച്ചു. നോക്കി, ഈ ജെ ഡോട്ട് ഡി എനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വോളിയം ഇൻ്റഗ്രലിലേക്ക് മാറ്റാൻ പറ്റുമല്ലോ നമ്മുടെ ഗോസ് ഡൈവേർജൻസ് തിയറം അനുസരിച്ച്. ഓക്കെ, അപ്പോൾ ഗോസ് ഡൈവേർജൻസ് തിയറം അനുസരിച്ച് നമ്മുടെ എന്തായിരുന്നു ഗോസ് ഡൈവേർജൻസ് തിയറം എന്ന് പറയുന്നത്, നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, എ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. എ ഡോട്ട് ഡി എ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് എ ഡി ടോ എന്ന് എഴുതാൻ പറ്റുമായിരുന്നല്ലോ അല്ലേ. അത് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ ജെ ഡോട്ട് ഡി എന്ന് പറഞ്ഞ ആളിനെ ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് ജെ ഡി ടോ എന്ന് മാറ്റി എഴുതാണ്. ഓക്കെ, അത് നിങ്ങൾ നോക്കിയേ, ഞാൻ ഇത് ഒന്നുകൂടെ ഇങ്ങ് താഴത്തേക്ക് എഴുതാം, ഡി റോ ഡി ടോ. ഓക്കെ, അത് നോക്കിയേ, ഇവിടെ ഡി ടോ ആണ്, ഇവിടെയും ഡി ടോ ആണ്, രണ്ട് ഇൻ്റഗ്രൽസ് ആണ്. അത് എന്ത് ചെയ്യാം, ഈ ഇൻ്റഗ്രൻസിനെ എനിക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ആയിട്ട് എഴുതാൻ പറ്റൂല ഇതിൽ. അപ്പോൾ ഞാൻ എന്ത് എഴുതുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോ റോ ബൈ ഡോ ടി ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് ജെ എന്ന് എനിക്ക് എഴുതാൻ പറ്റും അല്ലേ. ആൻഡ് ഇത് നോക്കിയേ, ആൻഡ് ഈ ഇക്വേഷൻ എന്താ മെയിൻ ചെയ്യുന്നത്, ഇതിൽ ആരൊക്കെയുള്ളത് നോക്കി, ഇവിടെ ഒരു വോളിയം ചാർജ് ഡെൻസിറ്റി ഉള്ളത്, ആൻഡ് ഇവിടെ എന്താ ജെ എന്താ സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്. അപ്പോൾ ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിട്ടാണ് പറയണത്, ഡെൽ ഡോട്ട് ജെക്ക് ഈക്വൽ ആയിട്ട്. അതായത് ആ സർഫസിലൂടെ, അതായത് നമ്മുടെ വോളിയത്തിൻ്റെ ഉള്ളിലുള്ള ടോട്ടൽ ചാർജിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഈ സർഫസ് ചാർജ് ഡെൻസിറ്റിയിലുള്ള ചേഞ്ചിന് എന്താണ്, ഈക്വൽ ആണ്. ആൻഡ് എന്താണ്, മൈനസ് സൈനും ഉണ്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ്. അതായത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരാൾ പോകണമെങ്കിൽ എന്ത് ചെയ്യണം, ആ സർഫസ് പെനിട്രേറ്റ് ചെയ്തിട്ട്, അല്ലെ സർഫസിലൂടെയാണ് എന്ത് ചെയ്യാൻ പറ്റുക, പുറത്തേക്ക് പോകാൻ പറ്റുക. അതാണ് ഈ ഇക്വേഷൻ്റെ ഒരു ഫിസിക്കൽ മീനിങ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ദിസ് ഈസ് ദ മാത്തമാറ്റിക്കൽ ഫോം ഓഫ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഓക്കെ, കണ്ടിന്യൂറ്റി ഇക്വേഷൻ. നമുക്ക് ഈ ഇക്വേഷനെ മാക്സ്വെൽസ് ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിറൈവ് ചെയ്ത് എടുക്കാനും പറ്റും കേട്ടോ. ആൻഡ് നമ്മളെ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് നമ്മുടെ ഇലക്ട്രോ ഡൈനാമിക്സിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ മാക്സ്വെൽസ് ഇക്വേഷൻ ഇതിന് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റും. ആൻഡ് നമ്മളെ ഈ മാക്സ്വെൽസ് ഇക്വേഷനിൽ നമ്മൾ ആംബിയസ് ലോയിലെ പ്രശ്നം പറയുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ടായിരുന്നു, അവിടെ ഈ ഒരു ഇക്വേഷനും കൂടെ വെച്ചിട്ടായിരുന്നു നമ്മളത് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ, അല്ലെങ്കിൽ എന്ത് പറയാം, ലോക്കൽ കൺസർവേഷൻ ഓഫ് ചാർജിന്റെ മാത്തമാറ്റിക്കൽ ഫോം. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയിൽ വേറൊരു കൺസെപ്റ്റ് ആയിട്ട് കാണാം. സീ യു ഓൾ, ബൈ.